തുടർക്കഥയായതോടെ ഒരു പ്രദേശത്തുള്ളവരാകെ ഭയപ്പാടിലായി. ലോറിയടക്കമുള്ള വലിയ വാഹനങ്ങൾ തലകീഴായി മറിയുന്ന ഉഗ്രശബ്ദം കേട്ടാണ് പലപ്പോഴും സമീപത്തെ വീട്ടുകാർ ഞെട്ടിയുണരുന്നത്. റോഡ് തുറന്നുകൊടുത്തതിന് ശേഷമുണ്ടായ ചെറുതും വലുതുമായ അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് 5 പേർക്ക്. എന്നിട്ടും അധികാരികൾ അനക്കമില്ലാ നയം തുടർന്നതോടെ പ്രദേശത്തെ വാർഡ് കമ്മിറ്റിക്ക് ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിക്കേണ്ടി വന്നു. അവസാന പോംവഴി എന്നോണം. ഞാൻ പറഞ്ഞു വരുന്നത് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന നടുവിൽ താവുകുന്ന് വളവിനെ കുറിച്ചാണ്. താവുകുന്നിൽ അപകടങ്ങൾ പെരുകിയതോടെ മരണം മണക്കുന്ന വളവുകൾ യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും പേടി സ്വപ്നമായി. ഇവിടെ മലയോര ഹൈവേ നിർമ്മിച്ചതിനു ശേഷമുണ്ടായ ഒട്ടേറെ അപകടങ്ങളിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. താവുകുന്ന് തോടിനും കൂരിയാടിനുമിടയിൽ തുടർച്ചയായി 8 കൊടും വളവുകളുണ്ട്. അപകടങ്ങളിൽ പെടുന്നതിലേറെയും വലിയ ലോറികളാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും പറയുന്നു. നവംബർ 21-നാണ് നിയന്ത്രണം വിട്ട കുഴൽക്കിണർ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചത്. പാലക്കാട് നിന്നും മണക്കടവിലേക്ക് പോകുകയായിരുന്ന സിമന്റ് ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് കഴിഞ്ഞ 3 ആഴ്ച മുൻപ്. അപകടങ്ങൾ ഒന്നൊന്നായി നടന്നിട്ടും അധികൃതർ അനക്കമില്ലാതെ നിൽക്കുമ്പോൾ ഒടുവിൽ താൽക്കാലിക ആശ്വാസമെന്ന നിലയിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഭാഷകളിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. എന്നാൽ വീണ്ടും ഞായറാഴ്ച ഉച്ചയ്ക്ക് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചുകയറി. ആർക്കും പരിക്കില്ല. ഇതുവഴിയുള്ള യാത്ര ഭയപ്പെടുത്തുന്നു എന്ന് നാട്ടുകാർ. ചേട്ടാ, ഇത് അശാസ്ത്രീയമായ പണിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇങ്ങനെയല്ല റോഡ് വെട്ടേണ്ടത്, അതിലൂടെ കയറ്റിയിട്ട് എടുക്കണം. ഇത് ഇവിടെ ഒരുപാട് അപകടങ്ങളുണ്ട്. ഞങ്ങളെല്ലാം വണ്ടി ഓടിച്ചു വരുമ്പോൾ പേടിച്ചിട്ടാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. ഒരിക്കലും ഇത് എത്രയും പെട്ടെന്ന് ഈ വളവെടുത്തിട്ട് ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇവിടെ ഒരുപാട് അപകടം ഉണ്ടാവും. ഇതെല്ലാം കണ്ടില്ലേ, ഇത്രയും കൊക്കയിലേക്കാണ് വണ്ടി പോയത്. ഒരുപാടുണ്ടായി. രാത്രി ഇവിടെ എല്ലാം KSRTC വന്നിട്ട് മറിഞ്ഞിട്ട് അടിച്ച് എത്ര പേർക്ക് അപകടം ഉണ്ടായെന്നറിയോ. അതുകൊണ്ട് എത്രയും ഇവിടെ എടുക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട്, സൗകര്യമുണ്ട് ഇവിടെ. അത് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? അരികുത്തി മാറ്റി പണിയെന്ന് മാത്രമല്ലെന്നേ, ഇത് എടുക്കാമല്ലോ. ഇവിടെ വീതി എടുക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലോ. നിങ്ങൾ നോക്ക്, ഇവിടെ നോക്ക്. ഇവിടെ എങ്ങനെയാണോ റോഡ് വെട്ടേണ്ടത്? ഇതൊന്നും അല്ലല്ലോ റോഡ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ മതിയോ ഇവിടെ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് മാറ്റം വരുത്തണം. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ പാണത്തൂർ മുതൽ ഇരുട്ടി മെയിൻ റൂട്ടാണ്, മലയോര ഹൈവേയുടെ മെയിൻ റൂട്ടാണിത്. ഈ അടുത്തിടെയുണ്ടായ ഒരു അപകടത്തിൽ റോഡിലെ സുരക്ഷാവേലി പാടെ തകർന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, താഴേക്ക് വലിയൊരു ഗർത്തമാണ്. ആ വലിയൊരു ഗർത്തത്തിലേക്കാണ് വാഹനങ്ങൾ പതിച്ച് അപകടമുണ്ടാകുന്നത്. എന്നിട്ടും അധികാരികൾ അനക്കമില്ലാതെ തുടരുന്നത് വലിയൊരു സങ്കടമുള്ള കാഴ്ച തന്നെയാണ്. ഈ മറ്റേ അപകട വളവെന്ന് പറഞ്ഞാൽ അത് കുറേ നാളിങ്ങനെ പൗരസമിതി വെച്ചാന്ന് എനിക്ക് തോന്നുന്നത്. കുറേ ഇപ്പോഴല്ല, ഒരു 2-3 വർഷം മുമ്പ് വെച്ചാൽ താഭാഗത്തൊരു സ്ഥിരം അപകടം വന്നിട്ടുണ്ട്. പറഞ്ഞു, അതെൻ്റെ പറമ്പിൽ തന്നെ. അത് അല്ല, ഈ ഭാഗത്ത് ശരിക്കും എല്ലാ സ്ഥലത്തും തന്നെ അപകടം നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും താഴെ നിന്ന് മേലേക്ക് വന്ന വണ്ടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മേലെ നിന്ന് താഴേക്ക് പോകുന്ന വണ്ടി കൂടുതലും. വളവിലെ സുരക്ഷാവേലികളും തകർത്താണ് വാഹനങ്ങൾ തലകീഴായി മറിയുന്നത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഉഗ്രശബ്ദവും ജീവൻ പൊലിയുന്നത് കണ്ടു നിൽക്കേണ്ട അവസ്ഥയും പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. വീണ്ടും അപകടങ്ങൾ മുന്നിൽ കണ്ട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മൗനം പ്രദേശവാസികളെ ആശങ്കയിലാക്കുകയാണ്. ഇനിയെങ്കിലും ഈ അപകട പരമ്പരയ്ക്ക് പരിഹാരമുണ്ടാകുന്ന വിധം അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. സീൽ ന്യൂസ്, ധർമ്മശാല.